ത്രേസ്യ തൻ്റെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ അനുഭവിച്ച അസഹനീയമായ കഷ്ടതകൾ കർത്താവിന് മാത്രമേ അറിയാവൂ. എൻ്റെ നാവ് കടിച്ച് ഞാൻ തകർത്തിരുന്നു. ചുണ്ടുകളിൽ കൂടെ യാതൊന്നും ഉള്ളിലേക്ക് കടന്നുപോയിട്ടില്ലായിരുന്നു. എൻ്റെ അസ്ഥികൾ അവയുടെ സന്ധിയിൽ നിന്ന് വേർപിരിഞ്ഞതുപോലെ എനിക്ക് തോന്നി. എൻ്റെ തലയ്ക്ക് വെകിളി പിടിച്ചതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഈ ദിവസങ്ങളിൽ എൻ്റെ കഷ്ടപ്പാടുകൾ നിമിത്തം ഒരു പന്ത് പോലെ ഞാൻ ചുരുണ്ടുപോയി. കയ്യോ കൈപ്പത്തിയോ ശിരസോ അനക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വല്ലവരും എടുത്തു മാറ്റിവെക്കണം. മരിച്ചതുപോലെ തന്നെ ഫലം. വലതുകരത്തിലെ ഒരു വിരൽ എനിക്ക് അനക്കാൻ കഴിഞ്ഞിരുന്നു. ആരും എന്നെ കാണാൻ വരുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അത്രയ്ക്കും കഷ്ടതയിലായിരുന്നു ഞാൻ. എന്നെ ഒരു ഷീറ്റിൽ കിടത്തി രണ്ടറ്റത്തും ഓരോരുത്തർ പിടിച്ചാണ് എൻ്റെ ശരീരം അങ്ങുമിങ്ങും കൊണ്ടുപോയിരുന്നത്. ചത്തതിനൊക്കുമായിരുന്നു എൻ്റെ ശരീരാവസ്ഥ. കാഴ്ചയിൽ അത്രയും പരിതാപകരവും. അസ്ഥിപഞ്ജരമായിരുന്നു ഞാൻ. എൻ്റെ ക്ഷീണം വർണ്ണിക്കാവുന്നതല്ല. എൻ്റെ തളർച്ചയ്ക്ക് കുറവ് കണ്ടു തുടങ്ങിയെങ്കിലും 3 കൊല്ലം അങ്ങനെ തന്നെ കഴിഞ്ഞു. Ignacio de Loyola vive todavía, ¿verdad? Sí. Por cierto, que el rey quería hacer cardenal a uno de los suyos, al que fue duque de Gandía, pero el fundador se ha opuesto. ഇൻകാർണേഷൻ മഠത്തിലെ സമൂഹ പ്രാർത്ഥന നടക്കുന്ന സമയം. പഴയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് പൊടികൾ താഴേക്ക് വീഴുന്നു. ഇതിൽ അസ്വസ്ഥരാകുന്ന പലരെയും നമുക്ക് കാണാൻ കഴിയും. ചിലർ തുമ്മുന്നു, മൂക്ക് ചീറ്റുന്നു, പ്രാർത്ഥനാ പുസ്തകം താങ്ങിപ്പിടിച്ചിരിക്കുന്നു. ചിലർ ഉറങ്ങുന്നു, ചിലർ പരസ്പരം പിണങ്ങിയിരിക്കുന്നു. കൊച്ചു കൊച്ചു കാരണങ്ങളാൽ പ്രാർത്ഥനയിൽ നിന്ന് അകന്നു കഴിയുന്നതുമെല്ലാം ഇവിടെ കാണാം. എന്നാൽ മറ്റൊരിടത്ത് മരണകരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്ന ത്രേസ്യ ദൈവസ്നേഹത്തെ പ്രതി നിലത്തിഴഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. കൈകുത്തി മുട്ടിന്മേൽ നടക്കാറായപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഇവയെല്ലാം ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് സന്തോഷത്തോടെ സഹിച്ചു. Alabado sea Dios. Están dando a gatas. Ha sido un milagro de San José. എനിക്ക് കർത്താവിന് വേണ്ടി ജീവിക്കണം എന്ന തീഷ്ണമായ ആഗ്രഹത്തോടും ആത്മധൈര്യത്തോടും കൂടി മുട്ടിന്മേൽ ഇഴയുന്നതും നമുക്കിവിടെ കാണാം. അതുപോലെ അല്പരോഗശമനം ലഭിച്ചതിനു ശേഷം പൂർണ്ണ ആരോഗ്യവതിയായ ത്രേസ്യ സ്വന്തം ശരീരത്തിൽ ചാട്ടയടിച്ച് പ്രായശ്ചിത്തം ചെയ്യുകയാണ്. ആത്മാക്കൾക്കു വേണ്ടിയുള്ള തീഷ്ണതയും സ്വർഗത്തെക്കുറിച്ചുള്ള ശക്തമായ ചിന്തകളും അത് സ്വന്തമാക്കുവാനുള്ള നിരന്തരമായ പരിശ്രമങ്ങളും നിറഞ്ഞു നിന്ന കാലഘട്ടം. ഈ സമയത്താണ് പിതാവിന് മരണകാരണമായ രോഗം പിടിപെട്ടത്. ഇത് കുറെ നാൾ നീണ്ടു നിൽക്കുകയും ഇദ്ദേഹം കിടപ്പിലാക്കുകയും ചെയ്തു. ഈ സമയങ്ങളിൽ
ത്രേസ്യ തന്റെ പിതാവിനെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുകയാണ്. തന്റെ വത്സല പിതാവിന്റെ രോഗാവസ്ഥ ത്രേസ്യയെ വല്ലാതെ അലട്ടിയിരുന്നു. ഒരിക്കൽ ത്രേസ്യ തന്നെ പറയുകയുണ്ടായി, എന്റെ പിതാവ് അന്ത്യശ്വാസം വലിക്കുന്നത് കണ്ടപ്പോൾ എന്റെ ആത്മാവ് എന്നിൽ നിന്ന് പറഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. അത്രമാത്രം ഞാൻ അപ്പനെ സ്നേഹിച്ചിരുന്നു എന്ന്. ത്രേസ്യയുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന സ്നേഹനിധിയായ അപ്പന്റെ വേർപാട് ഇവളെ ദൈവാശ്രയത്തിൽ കൂടുതൽ വളർത്തുവാനും അതുവഴി ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു പടിയായിരുന്നു. ത്രേസ്യയുടെ സുഹൃത്തായ ഒരു പുരോഹിതൻ വിശുദ്ധ അഗസ്ത്യാനോസിന്റെ ആത്മകഥ എന്ന പുസ്തകം സമ്മാനമായി ഒരു പ്രഭു കുടുംബത്തിലെ സ്ത്രീയുടെ കയ്യിൽ കൊടുത്തയക്കുകയും അത് ത്രേസ്യയ്ക്ക് സമ്മാനിക്കുകയും ചെയ്യുന്നു. Me llamo Guiomar de Ulloa. Me visita con frecuencia el padre Vicente Barrón. ¿Cómo está? ¿Le habéis visto últimamente? Ayer le manda este libro, Las Confesiones de San Agustín. Bendito sea Dios. Necesito tanto de las buenas lecturas. Mi alma es como un asno tozudo. No dicen eso los que se han asomado a ella. Porque solo se asoman a una celda que limpio para las visitas. El Señor me perdone. Doña Teresa. അതോടൊപ്പം ഈ സ്ത്രീ ത്രേസ്യയെ പോലെ പുണ്യപൂർണതയുടെ ആത്മീയ വഴികളിലൂടെ പോകുവാനുള്ള അവരുടെ ആഗ്രഹം ത്രേസ്യയെ അറിയിക്കുന്നു. Vamos a ser amigas. ത്രേസ്യ ഏറെ ആഗ്രഹിച്ച ഒരു പുസ്തകമായിരുന്നു വിശുദ്ധ അഗസ്ത്യാനോസിന്റെ ആത്മകഥ. Oculto que había en el fondo de സമയം കിട്ടുമ്പോഴെല്ലാം ഈ പുസ്തകവും വായിക്കാൻ അവൾ പരിശ്രമിച്ചിരുന്നു. toda mi അത് miseria se elevó. തന്റെ സ്വന്തം ജീവിതകഥ പോലെയാണ് അവൾക്ക് തോന്നിയിരുന്നത്. Yo fui y me eché debajo. പുസ്തകം വായിക്കുമ്പോൾ തന്റെ ആത്മാവിന്റെ കുറവുകളെ ഓർത്ത് കരയുകയും അനുദപിക്കുകയും ചെയ്തു. Mas se formó en mi കുറെ നേരം അവൾ കണ്ണുനീർ ചിന്തിക്കൊണ്ട് സങ്കടത്തിലും പരിഭ്രാന്തിയിലും കഴിച്ചുകൂട്ടി. y hablando con വിശുദ്ധ അഗസ്ത്യാനോസിന്റെ ആത്മകഥ എന്ന പുസ്തകമാണ് ത്രേസ്യയുടെ ജീവിതത്തിന്റെ മാനസാന്തരത്തിന് കാരണമായി തീർന്നത്. y hablando con vos, Señor, decía muchas cosas. No sé con qué palabras, pero el concepto era como si dijera: ¿Hasta cuándo ha de durar el que yo diga? Mañana y mañana. ¿Por qué no ha de ser desde luego y en este día? ¿Por qué no ha de ser en esta misma hora poner fin a todas mis maldades? Más le he agradecido esas llaves. Se me parte el corazón. Oh, Dios de mi alma, fortaléceme para no ofenderos nunca más. No me moveré de aquí hasta que hagáis lo que os suplico. Dime qué te pasa. Ya nunca me hablas. ദൈവത്തെ സ്നേഹിക്കാൻ ത്രേസ്യ നമ്മെ പഠിപ്പിക്കുന്നത് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ദൈവസ്നേഹത്തെ പ്രതി സ്വീകരിക്കുക എന്നതാണ്. Es como estar അതുപോലെ പലരുടെയും മാനസാന്തരത്തിനും ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങളോ പുസ്തകങ്ങളോ കാരണമാകാറുണ്ട്. വിശുദ്ധ എഡിസ്റ്റൈന്റെ മാനസാന്തരത്തിന്റെ കാരണം വിശുദ്ധ അമ്മ ത്രേസ്യയുടെ ആത്മകഥ വായിച്ചിട്ട് തന്നെയാണ്. ¿A dónde he sido arrebatada como en vuelo de águila? ¿Qué voz es esta? Sois vos, sois vos. No os escucho con mis oídos, pero os oigo, Señor, en el fondo del alma, con la potencia del trueno, con la suavidad de la brisa, como rumor de muchas aguas. നമ്മുടെയും ജീവിതത്തിൽ മാനസാന്തരത്തിനുള്ള ഒട്ടനവധി കാരണങ്ങൾ ഉണ്ടാകാറുണ്ട്.
പക്ഷേ നാം അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കുകയോ സംശീകരിക്കാൻ സമയം കണ്ടെത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് സത്യം. നല്ല ദൈവം മാനസാന്തരത്തിലേക്കും അനുതാപത്തിലേക്കും വിളിക്കുന്ന നിമിഷങ്ങളെ നമുക്ക് തിരിച്ചറിയാം. അതിനുള്ള കൃപയ്ക്കായി വിശുദ്ധ ത്രേസ്യായുടെ മാധ്യസ്ഥം തേടാം. Esta palabra sobre todas las